ഇന്ന് ചാനൽ ടൺ എത്തി നിൽക്കുന്നത് മഞ്ചേരി NTK മഡ് റേസ് ചലഞ്ചിന്റെ ആവേശകരമായ മത്സര പോരാട്ടങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് മഞ്ചേരി കോവിലകം കുണ്ടിലാണ്. മണ്ണും ചെളിയും നിറഞ്ഞ ആവേശ മത്സര പോരാട്ടം, തലമുറകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ട്രെൻഡ്, വണ്ടി പോരാട്ടത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മഞ്ചേരി കോവിലകം കുണ്ടിൽ നിന്നും നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. പ്രതികൂലമായ കാലാവസ്ഥയിലും വലിയ ചൂടുള്ള കാലാവസ്ഥയിലും ആയിരക്കണക്കിന് കാണികളാണ് ഈ ഒരു മത്സര പോരാട്ടം നേരിട്ട് വീക്ഷിക്കാൻ എത്തുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ജനാരവമാണ് വിവിധ ജില്ലകളിൽ നിന്നായി ഈ ഒരു മത്സര പോരാട്ടം നേരിട്ട് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ളത്. നിരവധിയായ ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളും കാണികളും തമ്മിലുള്ള വലിയ ആവേശ പോരാട്ടത്തിനാണ് മഞ്ചേരി കോവിലകം കുണ്ട് സാക്ഷ്യം വഹിക്കുന്നത്. മഞ്ചേരി കോവിലകം കുണ്ടിൽ നിന്നും വലിയ രീതിയിലുള്ള ആവേശമാണ് വണ്ടിപ്പൂട്ട് പ്രേമികൾക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളോടൊപ്പം മത്സരിക്കാനുള്ള ടീമുകൾ തയ്യാറായി കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിപ്പൂട്ട് പോരാട്ടത്തിന്റെ ആവേശം? എന്താണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഉഷാറാണ്, അടിപൊളി ട്രാക്കും കാര്യങ്ങളൊക്കെയാണ്, മൊത്തത്തില് ഉഷാറാണ്. എങ്ങനെയുണ്ട് മത്സരത്തിന്റെ ഒരു പോരാട്ട വീര്യം? കാരണം ആയിരക്കണക്കിന് കാണികളാണ് ഇങ്ങോട്ട് ഇരമ്പി എത്തുന്നത്. എന്താണ് മത്സരത്തിന്റെ പൊതുവെയുള്ള അന്തരീക്ഷം? ആദ്യമായിട്ടാണ് ഞങ്ങൾ വണ്ടിപ്പൂട്ട് ഓടിക്കാൻ വരുന്നത്. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നത്. ചാലക്കുടി കോതമംഗലാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളുടെ ക്ലബിൽ നിന്ന് തന്നെ. അപ്പൊ വണ്ടിപ്പൂട്ടില് ഞങ്ങള് ഓഫ് റോഡ് നിറയെ ഓടിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടിപ്പൂട്ട് ആദ്യമായിട്ടാണ് ഓടിക്കാൻ വരുന്നത്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാര് ഒരു രക്ഷയില്ല, ഫുൾ സപ്പോർട്ട്. അതുപോലെ തന്നെ ഇവിടെ നടത്തിപ്പുകാരും ഫുൾ സപ്പോർട്ട്. അടിപൊളി പരിപാടി, നല്ല സൂപ്പർ ട്രാക്ക്, നല്ല മൊത്തം ചെളി കുളിക്കാം. ഇടയ്ക്കിടക്ക് ചെളിയിൽ ഇങ്ങനെ ഇറക്കി കുളിക്കണത് നല്ലതാ. എന്തായാലും സൂപ്പർ പരിപാടി, അടിപൊളി പരിപാടി. ചുട്ടുപൊള്ളുന്ന ചൂടുള്ള കാലാവസ്ഥയിലും പോരാട്ട വീര്യം ഒട്ടും കുറയുന്നില്ല. എങ്ങനെയുണ്ട് മത്സരത്തിന്റെ ഒരു ആവേശം? നമ്മള് കണ്ണൂരിൽ നിന്ന് വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പൈസക്ക് ഡീസൽ അടിച്ചിട്ടാണ് ഇവിടെ വരെ വരുന്നത് കേട്ടോ. ഇത് മത്സരിച്ച് നമ്മൾ ജയിക്കില്ല എന്നാണ് നമുക്ക് 99% ഉറപ്പാണ്. കാരണം വണ്ടി ഭയങ്കര ഹെവിയാണ്. എന്നാലും നമ്മൾ ഇതൊരു എന്താ പറയുക, ലഹരിയായി കണ്ട് ഇനി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ വേറെ രസത്തിന്റെ ഇത് എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പൊ വെയിൽ കണ്ടില്ല, അമ്മാര് ചൂടത്തേക്ക് 10,000-5,000 പേരുണ്ട് ഈ ഗ്രൗണ്ടിൽ. ഇതൊന്നും എല്ലാവർക്കും വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കായിക ഇനമായിട്ട് കേരളത്തിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. അതായത് ഇതിന് മുന്നേ വണ്ടിപ്പൂട്ട് നടത്തിയപ്പോഴും ഇവരൊക്കെ പറഞ്ഞാല് വണ്ടിപ്പൂട്ട് അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഈ വണ്ടിപ്പൂട്ട് അല്ലെങ്കിൽ വണ്ടിഭ്രാന്ത് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇവരൊക്കെ കണ്ണൂരിന്, നമ്മളെ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്താരെ സ്നേഹം കണ്ടിട്ട് അവർ വന്നതാണ് അല്ലേ? നമ്മളിത് വണ്ടി ഹെവി വണ്ടിയാണ്. ഈ ഇറക്കി കഴിഞ്ഞാൽ അപ്പൊ താന്നു പോകുള്ളൂ. നമുക്ക് നല്ലപോലെ അറിയാം. ഇപ്പൊ ഇറക്കിയാലും ഇവർക്ക് 100% അറിയാം ഇവർ ജയിക്കൂല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രൈസിന് പുറത്ത് ഈ ഒരു വണ്ടിഭ്രാന്ത് ഇവരുടെ ഉള്ളിലുള്ള ആ ഇഷ്ടം പുറത്ത് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവര് കണ്ണൂരിന് അത്രയും ദൂരം ഓടിച്ചിട്ട് ഇവിടെ വന്നത്. നല്ല സപ്പോർട്ട് ചെയ്തതിന് വളരെ വലിയ നന്ദി. എന്തായാലും താങ്ക് യു. തുടർന്ന് കേരളത്തിലെ മൊത്തത്തിലെ ഓരോ ജില്ലകളിലും നമ്മുടെ പരിപാടികൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. മീഡിയ ആണെങ്കിലും നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സപ്പോർട്ട് ചെയ്താല് നമ്മൾ ആർക്കും ഉപദ്രവ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ വൃത്തിയിൽ മാന്യമായിട്ട് നല്ല രീതിയിൽ നടത്തുന്ന പരിപാടിയാണ്. ഇതൊക്കെയാണ് നമ്മളെ ലഹരി. മദ്യവും മയക്കുമരുന്നൊന്നല്ല, ഇതൊക്കെയാണ് നമ്മളെ ലഹരി. ഇത് നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്. അപ്പൊ ഓക്കെ ബൈ. നമ്മള് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കേരള ടൂറിസത്തിന് ഇതൊരു മുതൽക്കൂട്ടാണ്. കാരണം അത് അത്രയേറെ അടിപൊളിയായിട്ട് ഏറ്റവും ആളുകൾ ഭയങ്കര ആവേശത്തിൽ കാണുന്ന ഒരു ലഹരിയാണിത്. അതായത് ഇത് നമുക്ക് അടുത്ത തലമുറക്ക് പകർത്താൻ പറ്റും. കന്നൂട്ടൊക്കെ നടത്തിയിട്ട് ആളുകൾ ആവേശം കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ ഇത് പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ടഡ് കാർനെറ്റ് വണ്ടികൾ വന്നിട്ടൊക്കെയാണ് ഇവിടെ ഈ ഒരു പരിപാടിക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇതിന് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പൾബറിന്റെ വലിയ കഴിവുകളുണ്ട് ഈ പരിപാടികളൊക്കെ നടത്താനായിട്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കൾച്ചർ തുടർന്ന് മറ്റു സ്ഥലങ്ങൾക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഇവിടെ വന്ന ആളുകളുടെ ജില്ല നോക്കിയാൽ മതി. അത്രത്തോളം നമ്മളെ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പൊതുവെ ഓഫ് റോഡ് വാഹനങ്ങൾ ഇതിൽ പിന്നെ പങ്കെടുക്കുന്നതേ നല്ലൊരു ഫീലാണ് നമുക്കൊക്കെ ഉള്ളത്. ഇങ്ങനെ പരിപാടികളൊക്കെ നല്ല ഇത് തന്നെ. പക്ഷെ ഇവിടെ ഈ കാലാവസ്ഥ ഒന്ന് വളരെ ഒരു മോശമുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ കാണികൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ വെയിലിന്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് പറഞ്ഞാല് യുവാക്കൾക്കൊക്കെ അത് അരം പിടിച്ചൊരു പിന്നെ സംഗതിയാണ്. ഓഫ് റോഡ് അതുപോലെ തന്നെ പിന്നെ ഈ പഴയ വിന്റേജ് വണ്ടികളൊക്കെ ഇതിലൊന്നും എല്ലാവർക്കും കാണും ചെയ്യാം. അതന്നെ നല്ലൊരു മഞ്ചേരി ഇതിന്റെ മുന്നേ അങ്ങനത്തെ നമ്മൾ അറിവിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കോലംകുണ്ടിലാണ് ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ നമ്മള് ഇത് കാണുന്നത്. ഇനിയും ഇത് തുടർന്ന് ഉണ്ടായിട്ട് ഇതിന്റെ സംഘാടകരൊക്കെ ഇതിന് മുന്നോട്ട് വരട്ടെ. ഇനി അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും പിന്നെ ഓരോ ആളുകളും ഇതിന് കൊടുത്താൽ ഒന്നുകൂടി അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നത്തെ ഇനി വരാൻ പോണതൊക്കെ ഒരു നല്ല ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
ഇത് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ന്യൂ ജനറേഷന് ഒരു അടിപൊളി പരിപാടി തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ കാളകൂട്ടായിരുന്നു, ഇപ്പൊ അത് വണ്ടിപ്പൂട്ടിലേക്ക് മാറി, യുഗം മാറിയല്ലോ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് ഏറ്റവും അടിപൊളി പരിപാടിയാണ്. നല്ല ജനങ്ങൾ എവിടെ സംഘടിപ്പിച്ചാലും അടിപൊളി ആളുകളാണ്. കുറച്ചു മുമ്പ് പൂക്കോട്ടൂര് ഇതുപോലെ നല്ല ജനങ്ങളായിരുന്നു. ഇവിടെ പല ജില്ലകളിൽ നിന്നും ആൾ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുമാത്രം കാണികളും ഭയങ്കര ആരോഗ്യത്തിലാണ്. ഇത്രയും ചൂട് സഹിച്ച് ഇത്രയും ആളുകൾ ഇവിടെ തിങ്ങി കുടുങ്ങി അത്രയും ഹരം പിടിച്ചിട്ടാണ്. വണ്ടിന്റെ വില മാർക്കറ്റോ നോക്കാതെ ഏത് വണ്ടി വന്ന് ചളിപ്പാടത്ത് ഇറങ്ങി അടിപൊളി കൂട്ടുണ്ട്. ഏതായാലും നല്ല അരത്തിലാണ് എല്ലാവരും ഉള്ളത്. കമ്മിറ്റിക്കാരും പ്രതീക്ഷിക്കാതെ ആള് വന്ന് ഇപ്പോൾ നിൽക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ജനങ്ങളാണ് ഇവിടെ. ഏതായാലും ഇനിയും ഇതുപോലത്തെ നല്ല നല്ല മത്സരങ്ങൾ പരിസരത്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഗ്രാമീണ ആവേശവും ആധുനിക ഭംഗിയും ചേർന്ന് തലമുറകളെ ബന്ധിപ്പിക്കുന്ന ട്രെൻഡായി മാറുകയാണ് വണ്ടിപ്പൂട്ട് മത്സര പോരാട്ടം. മഞ്ചേരി കോവിലകംകുണ്ടിൽ നിന്നും മത്സര പോരാട്ടത്തിന്റെ ആവേശങ്ങൾക്കൊപ്പം ക്യാമറമാൻ സാദിഖ് മങ്കടയോടൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.